ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനെ ബ്രോഡ്ലി പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടെണ്ണമായിട്ട് പറയുന്നതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അതായത് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സും അതേപോലെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും. അതായത് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന മെത്തേഡ്സിനെ ബ്രോഡായിട്ട് പറയുമ്പോൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ടെണ്ണത്തിന് കീഴിലായിട്ടാണ് ബാക്കി വരുന്ന മെത്തേഡ്സൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ്, സെക്കൻഡ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നത് സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്, അതേപോലെ സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ്. അപ്പോൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്ന ഏതൊക്കെയാണ്? സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്, അതേപോലെ സെക്കൻഡ് വൺ സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ്. അപ്പോൾ ഈ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയും. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. പിന്നെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണുള്ളത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സാണ്. അതിൽ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സാണുള്ളത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് ഈസ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ്. പിന്നെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിലേക്ക് വരുമ്പോൾ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒരുമിച്ച് കാണിച്ചു തരാം. മെത്തേഡ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നത് ഈ ഫസ്റ്റ് രണ്ടെണ്ണം സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ് സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ വരും. വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് ഓഫ് റിലേറ്റീവ്സും രണ്ടാമത്തെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിലും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സാണ്. സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്ന എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ there are of two types of simple index numbers. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ, സെക്കൻഡ് വൺ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. അപ്പോൾ സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ ഇത് കാൽക്കുലേഷനിൽ വരുന്ന സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. എക്സ്പ്രസ് ദ ഐറ്റം ഇൻ സം കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. ആൻഡ് സെക്കൻഡ് ഈസ് ടോട്ടൽ ദ പ്രൈസസ് ഓഫ് ഐറ്റംസ് ഫോർ ബോത്ത് ബേസ് പീരീഡ് ആൻഡ് കറൻറ്റ് പീരീഡ് വിച്ച് വിൽ ഗിവ് സിഗ്മ P0 ആൻഡ് സിഗ്മ P1. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്നത് കറൻറ്റ് പീരീഡും P0 എന്ന് പറയുന്നത് എന്താണ്? ബേസ് പീരീഡുമാണ്. P1 എന്ന് പറയുന്നത് പ്രൈസ് അറ്റ് കറൻറ്റ് പീരീഡ്, ഇത് പ്രൈസ് അറ്റ് ബേസ് പീരീഡ്. അപ്പോൾ സിഗ്മ P1 എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള P1 ഉണ്ടല്ലോ, ബേസ് കറൻറ്റ് പീരീഡിലെ പ്രൈസൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് സിഗ്മ P1. സിഗ്മ P0 എന്ന് പറയുന്നത് തന്നിട്ടുള്ള ബേസ് പീരീഡിലെ പ്രൈസൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് സിഗ്മ P0. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുത്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ നമുക്ക് കിട്ടുന്നത്. സോ ദ തേർഡ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഡിവൈഡ് ദ ടോട്ടൽ ഓഫ് ദി കറൻറ്റ് പീരീഡ് ബൈ ദി ബേസ് പീരീഡ് ടോട്ടൽ ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 100. ദ റിസൾട്ട് ഈസ് ദി സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രൈസ് ബേസ് പീരീഡിലെ പ്രൈസും അതേപോലെ കറൻറ്റ് പീരീഡിലെ പ്രൈസും തന്നാൽ ബേസ് പീരീഡിലെ പ്രൈസൊക്കെ കൂട്ടുക, കറൻറ്റ് പീരീഡിലെ പ്രൈസൊക്കെ കൂട്ടുക, അത് തമ്മിൽ റേഷ്യോ നോക്കുക, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നോക്കുക. പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ പ്രോബ്ലം ഇതാണ്. ഫോർ ദ ഡാറ്റ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഏതിൻ്റെ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക, അതിനൊരു കൺഫ്യൂഷൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കമ്മോഡിറ്റീസ് പ്രൈസ് 1995 പ്രൈസും പ്രൈസ് 2000 പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ 1995 ബേസ് പീരീഡായിട്ടും 2000 എന്ന് പറയുന്നത് കറൻറ്റ് പീരീഡായിട്ടും എടുക്കുക. കാരണം 1995 ആണ് ബാക്ക് പീരീഡ്, അതുകൊണ്ട് അത് ബേസ് പീരീഡായിട്ട് എടുക്കും. അപ്പോൾ കമ്മോഡിറ്റീസ് തന്നിട്ടുള്ളത് 5 ABCD. പിന്നെ 5, 8, 12, 25, 3, 7, 9, 15, 24, 4. അപ്പോൾ ഇതൊരു ടേബിൾ രൂപത്തിൽ ഇനി എഴുതാം. അതായത് കമ്മോഡിറ്റീസ്, പ്രൈസ്,
പ്രൈസ് 2000, പ്രൈസ് 1995 P0 എന്നും പ്രൈസ് 2000 P1 ആയിട്ട് എടുക്കുക. എന്നിട്ട് ABCD കൊടുക്കുക. അതായത് പ്രൈസ് അതേപോലെ തന്നെ നേരിട്ട് എഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? P0 ഒരുമിച്ചൊക്കെ ആഡ് ചെയ്ത് വെക്കുക, അതേപോലെ P1 ഒരുമിച്ച് ആഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡെക്സ് നമ്പർ തന്നെയാണ്. പേര് പോലെ തന്നെ ഏറ്റവും സിമ്പിളാണ്. അപ്പോൾ കിട്ടിയിട്ടുള്ളത് P0 53ഉം P1 59 അല്ലേ. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ P1/P0 എന്നുള്ളതായിരുന്നു. സിഗ്മ P1/P0 എന്നുള്ളതായിരുന്നു. അപ്പോൾ P1 എത്രയാണ് കിട്ടിയിട്ടുള്ളത്? സം ഓഫ് P1 എന്ന് പറയുന്നത് 59 ആണ്. P0ൻ്റെ സം എന്ന് പറയുന്നത് 53 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 59/53 59/53 ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സിഗ്മ P1/സിഗ്മ P0 ഇൻറ്റു 100 59/53 ഇൻറ്റു 100. 59/53 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 111.3 കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത് ചെയ്ത് നോക്കാത്തത്. എന്താണ്, നമുക്ക് എന്ത് ചെയ്താൽ മതി? P1 ഒരുമിച്ച് കൂട്ടുക, P0 ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് രണ്ടിൻ്റെ റേഷ്യോ എടുക്കുക. അതായത് സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ സിമ്പിൾ ആഗ്രിഗേറ്റീവ് മെത്തേഡിൽ ചെയ്യാനുള്ളത്, ഇൻഡെക്സ് നമ്പറിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ ആവറേജ് റിലേറ്റീവ്സ് ആയിരുന്നു അല്ലേ, രണ്ടാമത്തെ മെത്തേഡ്. അതായത് സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നെക്സ്റ്റ് നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വരുന്ന ഇക്വേഷൻ സിമ്പിൾ ആവറേജ് ഇൻഡെക്സ് നമ്പറിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n സിഗ്മ P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. അപ്പോൾ 1/n സിഗ്മ P1/P0 ഇൻറ്റു 100. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ ഈ സിഗ്മ P1 വേറെ സിഗ്മ P0 വേറെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? P1/P0, അതായത് ഓരോ ഇയറിൻ്റെയും P1 എടുക്കുക P0 എടുക്കുക, തമ്മിലെ റേഷ്യോ നോക്കുക ഓരോന്നിൻ്റെയും. മറ്റേത് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള റേഷ്യോ ആണ് എടുത്തിരുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും പ്രൈസ് റിലേറ്റീവ് കാണാം, പ്രൈസ് റേഷ്യോ കാണാം, അതിൻ്റെ സം എടുക്കുക. അങ്ങനെ പ്രൈസ് റേഷ്യോ കണ്ടുവച്ചതിൻ്റെ സമ്മാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്പർ കൊണ്ട്, അതായത് എത്ര ഐറ്റംസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് സിഗ്മ P1/സിഗ്മ P0, P1ൻ്റെ സമ്മ് P0ൻ്റെ സമ്മ്. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? P1 P0 ഓരോ ഇയറിൻ്റെയും P1ഉം P0 ഓരോ ഐറ്റംസിൻ്റെയും P1ഉം P0 എടുത്തിട്ട് റേഷ്യോ കണ്ടിട്ട് അതിനെ n കൊണ്ട് നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെ കൊടുത്തുള്ളത്? n ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് കമ്മോഡിറ്റീസ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ആണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. എന്തൊക്കെയാണ് മെത്തേഡ്സ് വരുന്നത്, അതായത് സ്റ്റെപ്സ് വരുന്നത്? ഫസ്റ്റ്, ഡിറ്റർമിൻ ദ ബേസ് പീരീഡ്. ദെൻ സെക്കൻഡ് ഈസ് ടു ഒബ്റ്റെയിൻ പ്രൈസ് റിലേറ്റീവ്സ്. ഡിവൈഡ് ദി കറൻറ്റ് ഇയർ പ്രൈസസ് ഓഫ് ഈച്ച് കമ്മോഡിറ്റി ബൈ ദെയർ ബേസ് ഇയർ പ്രൈസസ്. അപ്പോൾ എല്ലാ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് ബേസ് ഇയർ പ്രൈസായിട്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? പ്രൈസ് റിലേറ്റീവ്സ് എന്ന് കിട്ടുന്നത്. അതായത് P1/0 കിട്ടുന്നത്, P0 കിട്ടുന്നത്. ദെൻ ഒബ്റ്റെയിൻ ദി ടോട്ടൽ ഓഫ് ദി പ്രൈസ് റിലേറ്റീവ്സ്. അങ്ങനെ പ്രൈസ് റിലേറ്റീവ്സ് ഓരോന്നിൻ്റെയും കണ്ടുവച്ചിട്ട് അതിൻ്റെ സമ്മ് കാണാം. ദെൻ ഡിവൈഡ് ദി ടോട്ടൽ ബൈ ദി നമ്പർ ഓഫ് കമ്മോഡിറ്റീസ്. ആ കിട്ടിയിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ മൾട്ടിപ്ലൈ ദിസ് ആവറേജ് ബൈ 100 വിച്ച് വിൽ ഗിവ് ദി സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫോർ ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ 2 ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ വരുന്ന സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ, അതേപോലെ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സും രണ്ടും ചെയ്യണം. ഇതാണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡാറ്റ കൊടുത്തിട്ടുള്ളത് കമ്മോഡിറ്റി റൈസ്, വീറ്റ്, ഗീ, ഷുഗർ. പ്രൈസിന് 9085ഉം 9090 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെ, വീറ്റിൻ്റെ, ഗീ, ഷുഗറിൻ്റെ ഒക്കെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9085 ബേസ് പീരീഡും 9090 കറൻറ്റ് പീരീഡായിട്ട് എടുക്കുക. അപ്പോൾ ഇത് P0, ഇത് P1. അപ്പോൾ നമുക്ക് ഇത് കോളാക്കിയിട്ട് എഴുതാം.
അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമ്മോഡിറ്റി റൈസ്, വീറ്റ്, ഗീ, ഷുഗർ. പ്രൈസ് 9085 P0 എന്നും പ്രൈസ് 9090 P1 ആയിട്ടും പ്രൈസ് റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് P1/P0 കൊടുത്തിട്ടുണ്ട്. അതായത് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സിൽ നമുക്ക് P1/P0 ആവശ്യമാണ്. സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ, അതായത് നമ്മളിത് പറഞ്ഞില്ല, സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിന് പ്രൈസ് റിലേറ്റീവ് ആവശ്യമില്ല. നേരിട്ട് എന്ത് എഴുതാൽ മതി, P1-ൻ്റെയും അതേപോലെ P0-ൻ്റെയും സമ്മ് കണ്ടിട്ട് റേഷ്യോ കണ്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അതായത് P0-ൻ്റെ സമ്മ് കണ്ടുവെക്കുക. ഇങ്ങനെ കോളാക്കി എഴുതിയതിന് ശേഷം P0-ൻ്റെ സമ്മ് എഴുതി വെക്കുക, P1-ൻ്റെ സമ്മ് എഴുതി വെക്കുക, സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ കാണാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, സം ഓഫ് P1 ഡിവൈഡഡ് ബൈ സം ഓഫ് P0 × 100. ഇവിടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. സം ഓഫ് P1 ബൈ സം ഓഫ് P0 × 100 ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ളത് 165 ആണ് P1-ൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അതേപോലെ 80 എന്ന് പറയുന്നത് P0-ൻ്റെ സമ്മാണ്. ഓക്കെ, P0 കൂട്ടിയിട്ട് കിട്ടിയത് 80, P1 കൂട്ടിയിട്ട് കിട്ടിയത് 165. അപ്പോൾ അത് രണ്ടും കൂടെ റേഷ്യോ എടുത്ത് നോക്കുക. 165 ഡിവൈഡ് ബൈ 80 × 100 = 206.25. അപ്പോൾ നമുക്ക് സിമ്പിൾ ആഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ കിട്ടിയത് ഈസിയാണ്. നേരത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് ഇൻഡെക്സ് നമ്പറാണ്. അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് റിലേറ്റീവ്സ് കാണണം. അതായത് ഓരോ കമ്മോഡിറ്റീൻ്റെയും കറൻറ്റ് പീരീഡിലെയും ബേസ് പീരീഡിലെയും പ്രൈസ് റിലേറ്റീവ്സ്, പ്രൈസ് റേഷ്യോ കാണാം. അപ്പോൾ 40/22, 45/30 1.5, 50/20 2.5, 30/10 3.0. അപ്പോൾ നമുക്ക് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പർ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് പീരീഡും കറൻറ്റ് പീരീഡും തന്നിട്ടുണ്ടാകും. പിന്നെ പ്രൈസ് റിലേറ്റീവ്സ് ആണ് കാണാനുള്ളത്. അതായത് P1/P0 അല്ലേ, P1/P0 കണ്ടെത്തുക, എന്നിട്ട് അതിൻ്റെ സമ്മ് എടുക്കുക. അത് 9 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, 1/n സിഗ്മ P1/P0 × 100 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സം ഓഫ് P1/P0 എന്ന് പറയുന്നത് 9 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ 4 ഐറ്റംസാണ് ഉള്ളത്. അപ്പോൾ 4 × 100. അപ്പോൾ 9.04 × 4 × 100 = 225 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പ്രൈസ് റിലേറ്റീവ് കാണാം, അതിൻ്റെ സമ്മ് എടുക്കുക, ആ സമ്മിനെ നമ്പർ ഓഫ് ഐറ്റംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക × 100. അപ്പോൾ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് ഇൻഡെക്സ് നമ്പറും കിട്ടി. സിമ്പിളായിട്ടുള്ള ഒരു 2 മെത്തേഡ്സാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് ഈ 2 മെത്തേഡ്സാണ്, സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക.